വളരെ ഒരു സന്തോഷാവസ്ഥയിൽ, ഒരു ധന്യമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ശിവഗിരിയുടെ ഈ മണ്ണിൽ എൻ്റെ ഗുരുവിനെ സ്മരിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് കൈവന്നിരിക്കുന്നു. സച്ചിദാനന്ദ സ്വാമിയോടും ശിവഗിരി മഠത്തിലെ മറ്റുള്ള എല്ലാ സന്യാസിമാരോടും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാനായിട്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അവതാര ദൗത്യം പൂർത്തിയാക്കുന്ന സമയം 1924 രോഗബാധിതനായിരിക്കുന്ന ഗുരുവിൻ്റെ വാർത്തകൾ ഒരു 18 വയസ്സായിട്ടുള്ളൊരു യുവതി, അന്ന് അവർ ഗർഭിണിയാണ്, ഗുരുവിനെക്കുറിച്ചുള്ള ഈ വാർത്തകൾ കേൾക്കുന്നു. ഈ സമയത്ത് തൻ്റെ വയറ്റിലുള്ള കുട്ടി അത് ആൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ഗുരുവിനായിട്ട് താൻ സമർപ്പിക്കുമെന്നുള്ള ഒരു സങ്കല്പമെടുക്കുന്നു. ആധ്യാത്മിക ചരിത്രം പഠിക്കുമ്പോൾ ഇങ്ങനെ സങ്കല്പമെടുത്ത അമ്മമാർ എനിക്ക് രണ്ട് പേര് അറിയും. ഒന്ന് വാമാക്ഷിയമ്മയാണ്, നിത്യഗുരുവിൻ്റെ അമ്മ. മറ്റൊന്ന് സ്വാമി വിവേകാനന്ദൻ്റെ അമ്മയായിട്ടുള്ള ഭുവനേശ്വരി മാതാവാണ്. ആ അമ്മയും പ്രാർത്ഥിച്ചിരുന്നു തൻ്റെ ഉള്ളിലുള്ളത് ഒരാൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ താൻ സമൂഹത്തിന്, സമാജത്തിന് സമർപ്പിക്കുമെന്ന്. പ്രഗത്ഭമായിട്ടുള്ള, നമുക്കറിയാം, പ്രഗത്ഭമായിട്ടുള്ള മൂലൂർ കുടുംബം, വിദ്യ കൊണ്ടും ധനം കൊണ്ടും എല്ലാം മുന്നിൽ നിൽക്കുന്ന ആ കുടുംബത്തിലെ സരസകവിയായിരുന്ന ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്ന മൂലൂർ എസ് പത്മനാഭ പണിക്കരൻ്റെ അനന്തരവനായിട്ടുള്ള അധ്യാപകനായിട്ടുള്ള പന്തളം രാഘവ പണിക്കർ എന്ന പ്രതിഭാശാലിയായിട്ടുള്ള ഒരു കവി കൂടിയായിട്ടുള്ള ആ പിതാവിനും താഴത്തേതിൽ കേശവ പണിക്കരുടെ മകളായിട്ടുള്ള വാമാക്ഷി അമ്മയ്ക്കും പുത്രനായിട്ട് ജനിക്കുന്ന ജയേന്ദ്ര പണിക്കര. ഈ അമ്മയുടെ സങ്കല്പം പോലെ തന്നെ ഈ കുട്ടി വളരുന്നു. ഈ അമ്മ ഒരിക്കലും കുട്ടിയോട് പറഞ്ഞിട്ടില്ല, എൻ്റെ സങ്കല്പപ്രകാരമാണ് നീ ജനിച്ചിരിക്കുന്നത്, ഈ ഒരു സങ്കല്പത്തിൽ ജനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഗുരുവിനോട് വാമാക്ഷിയമ്മ പറയുന്നില്ല. ഇതിനുശേഷം ഒരു ദിവസം, വളരെ ഇതായിട്ടുള്ളൊരു കുടുംബമാണ്, എല്ലാ ദിവസവും അച്ഛൻ മക്കളെയെല്ലാം ചേർത്തിരുത്തി ഓരോ ഉത്തമ കൃതികൾ വായിച്ച് കേൾപ്പിക്കും. ഒരു ദിവസം കുമാരനാശാൻ്റെ ബുദ്ധചരിത്രമാണ് എടുത്തത്, അശോഘോഷൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ബുദ്ധചരിത്രം. ഈ ബുദ്ധചരിത്രം കേട്ടുകൊണ്ട് സ്വതസിദ്ധമായി സന്യാസവാസനയുള്ള ജയചന്ദ്ര പണിക്കർ എന്ന് പറയുന്ന 12 വയസ്സുള്ള ഈ കുട്ടി ഇത് വായിച്ച് തീർന്ന സമയത്ത് അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് ബുദ്ധനാകാൻ കഴിയുമോ? ഈ ഒരു ചോദ്യത്തിനായി കാത്തിരുന്ന അമ്മ പറഞ്ഞു, സാധിക്കും മകനെ, നീ ബുദ്ധനാകും. ശ്രദ്ധിക്കുക, അന്ന് ഭക്ഷണം കഴിക്കുന്ന നേരത്ത് ആ വീട്ടിലൽപ്പം മത്സ്യമാംസാദികളൊക്കെ ഉപയോഗിക്കുന്ന വീടാണ്. ഈ സമയത്ത് ഒരു ചെറിയ വാഴല വെട്ടി ഈ കുട്ടിയെ അവിടെ ഇരുത്തി പച്ചക്കറി കൊണ്ട് വിളമ്പുന്നു. കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താണ് എന്നെ ആ ഡൈനിങ് ടേബിളിൽ ഇരുത്താത്തത്? എനിക്കെന്താണ് നിങ്ങളെല്ലാം കഴിക്കുന്ന ഭക്ഷണം എനിക്ക് തരാത്തത്? അമ്മ പറഞ്ഞു, നിനക്ക് ബുദ്ധനാവണോ ഇത് കഴിക്കണോ? കുട്ടി പറഞ്ഞു, എനിക്ക് ബുദ്ധനാവണം, എങ്കിൽ ഇത് കഴിക്കരുത്. അമ്മയുടെ പാഠം ആരംഭിക്കുകയാണ്. ലോക ചരിത്രത്തിൽ, ആധ്യാത്മിക ചരിത്രത്തിൽ ഇത്തരമുള്ള ശിക്ഷണങ്ങൾ കൊടുത്ത് വളർത്തുന്ന അമ്മമാരെ നമുക്ക് കാണാനേ കഴിയില്ല. പിറ്റേ ദിവസം 4 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചു, കുളിപ്പിച്ചു. അപ്പോഴും തണുത്ത് വിറച്ചുകൊണ്ട് കുട്ടി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ കുളിപ്പിക്കുന്നത്? ബുദ്ധനാവണോ? ഈ ഒരു ചര്യയിൽ പിന്തുടരണം. ആ ചര്യയിൽ അദ്ദേഹം പിന്തുടർന്നു. പന്തളം രാഘവ പണിക്കർ തിരുവാങ്കൂറിൽ, അദ്ദേഹം അധ്യാപകനായിരുന്നുകൊണ്ട് തിരുവാങ്കൂറിലെ പല ഭാഗങ്ങളിലും, എറണാകുളത്തിൻ്റെ അടുത്ത് ഇടപ്പള്ളിയിൽ വരെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ നമുക്ക് ലഭ്യമാണ്. ഒരു മഹാത്മാവായിട്ടുള്ള ആ മഹാത്മാവിൻ്റെ പുത്രൻ എങ്ങനെ ഇങ്ങനെ ആയിത്തീർന്നില്ല എന്നതിൽ ഒരത്ഭുതത്തിനും അവകാശമില്ല. അത്തരത്തിലുള്ള ഈ യാത്രകൾക്കിടയിൽ അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുകയും
മെട്രിക്കുലേഷൻ ശേഷം നല്ല നിലയിൽ പാസ്സായതിനു ശേഷം ഉള്ളിലിരിക്കുന്ന ഈ സന്യാസത്തിൻ്റെ വിത്ത് തനിയെ പുറത്തു വരുന്നത് നാം കാണുന്നു. ഒരു പരിവ്രാജകനായി സഞ്ചരിക്കുകയാണ്. ഈ പരിവ്രാജകനായി സഞ്ചരിക്കുമ്പോൾ നിത്യഗുരു പറയാറുണ്ട്, നിയതി എന്നെ എവിടേക്ക് നയിക്കുന്നു എന്നെനിക്കറിയില്ല. നിയതി നയിക്കുന്നിടത്തേക്ക് താൻ പോകുന്നു. അങ്ങനെ കുന്നൂരിൽ ചെന്നു. ഊട്ടിയിൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ജോലി വേണം. ഒരാളുടെ കൂടെ കൂടി കുറച്ച് ദിവസം താമസിച്ചു. ചില ജോലികളെല്ലാം ചെയ്തു. ആ സമയത്താണ് പറയുന്നത്, നമുക്കിന്നൊരാളെ കാണാൻ പോവാം. ഫെൺഹില്ലില്ല, ആ മലമുകളിൽ ഏകാന്തിയായി തപസ് ചെയ്യുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ വിദ്വത്സന്യാസിയായിട്ടുള്ള ശിഷ്യൻ നടരാജഗുരുവിൻ്റെ സൗധത്തിലേക്ക് അന്ന് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. തൻ്റെ ജീവിതം മുഴുവനെയും മഹാത്മാവിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കാൽക്കീഴിലായിരിക്കുമെന്നത് അന്ന് ജയചന്ദ്ര പണിക്കർക്ക് അറിയില്ലായിരുന്നു. അന്ന് ഇദ്ദേഹം പറയുന്ന ആശയങ്ങളോടൊന്നും മാനസികമായി പൊരുത്തപ്പെടാതെ തിരിച്ചു വരുന്നു. അവിടെ നിന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. ബാംഗ്ലൂർ എത്തുമ്പോഴേക്കും കലശലായിട്ടുള്ള വിശപ്പ. ഒരു പ്രാതൽ കിട്ടണം, കാലത്ത് ഭക്ഷണം കഴിക്കണം. നോക്കുമ്പോൾ കാണുന്ന ഒരു ക്യൂ. നേരെ ക്യൂവിൽ പോയി നിന്നു. അവിടെ എന്തെങ്കിലും ഭക്ഷണം കിട്ടുന്നു. പക്ഷേ അത് ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിലേക്ക് സൈനികരെ തിരഞ്ഞെടുക്കുന്നൊരു ക്യൂ ആയിരുന്നു. വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, സുമുഖനാണ് അദ്ദേഹം, ആരോഗ്യവാനാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ആവശ്യത്തിന് ഭക്ഷണമെല്ലാം കൊടുത്തു. പിറ്റേ ദിവസം മുതൽ അതികഠിനമായിട്ടുള്ള പട്ടാള ചിട്ടയിൽ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. ഏതാനും ദിവസം കൊണ്ട് മടുത്തു. പക്ഷെ ചാടാൻ പറ്റില്ല, പുറത്തേക്ക് വന്നു പെട്ടുപോയി. ഈശ്വരഗതി അദ്ദേഹം പറയുന്നു, നിയതിയുടെ ഒരു ഗതി അവിടെയും തുണയായിട്ട് നിന്നു. ക്യാപ്റ്റൻ ക്രിസ്റ്റ്യൻ എന്ന് പറയുന്ന പതഞ്ജല യോഗസൂത്രത്തിൽ അത്യഗാധമായി പാണ്ഡിത്യമുള്ള ക്യാപ്റ്റൻ ക്രിസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു യതിയുടെ ഈ പറയുന്ന ജയചന്ദ്ര പണിക്കരുടെ മേധാവി. ഒരു ദിവസം ഇദ്ദേഹത്തെ ബലമായി കൂട്ടുകാർ പിടിച്ച് മേശയിൽ കിടത്തി മദ്യം വായിലേക്ക് ഒഴിക്കാൻ നടക്കുന്ന സമയത്ത് ഇദ്ദേഹം തട്ടിമാറ്റി കുതറി നിൽക്കുന്ന രംഗം കണ്ടുവരുന്ന ക്യാപ്റ്റൻ ക്രിസ്റ്റ്യൻ അദ്ദേഹം പറഞ്ഞു, ഇത് എഴുതി കൊടുക്കൂ. ജയചന്ദ്ര പണിക്കർ പറഞ്ഞു, അന്നേ ഈ കരുണ ഉള്ളിലുണ്ട്, ഈ വിശ്വസ്നേഹം ഉള്ളിലുണ്ട്, എഴുതിത്തരില്ല. ക്യാപ്റ്റൻ വലിയ ഇഷ്ടമായി. ഒരു ദിവസം നോക്കുമ്പോൾ ഇദ്ദേഹം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ധ്യാനം കഴിഞ്ഞ് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ക്യാപ്റ്റൻ ക്രിസ്റ്റ്യൻ വിടർന്ന കണ്ണുകളോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, ഈ പട്ടാള ക്യാമ്പിൽ നിൽക്കേണ്ട ആളല്ല. അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്ത് പുറത്തേക്ക് വരുന്നു. പിന്നീടും യാത്ര തുടരുന്നു. പരിവ്രജനമാണ് യാത്ര. പിന്നീട് ചെല്ലുന്നത് പൂനെയിലേക്കാണ്. പൂനെയിൽ അന്ന് ബ്രിട്ടീഷ് ആർമിയുടെ ഭാഗമായിട്ടുള്ള ഓർഡിനൻസ് ഫാക്ടറിയിൽ ഇതിലേക്കൊരു അവിടെ സിവിലിയനായിട്ടാണ് അദ്ദേഹം അന്ന് വീണ്ടും ജോലി ആരംഭിക്കുന്നത്. അവിടെയും ഭാവി ഗുരുവിനെ രൂപപ്പെടുത്താനുള്ള ചില സംഗതികൾ അവിടെയും ഉണ്ടായിരുന്നു. അന്ന് യുദ്ധമുഖത്തേക്ക് അയക്കുന്ന സൈനികരെ സ്വീകരിക്കുന്ന ക്യാമ്പാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുദ്ധമുഖത്തേക്ക് പോകുന്ന പട്ടാളക്കാർ അവരുടെ വീടുകളിൽ നിന്ന് വരുന്ന കത്തുകൾ, ഈ കത്തുകൾ സെൻസർ ചെയ്തയക്കണം. ആ വിഭാഗത്തിലാണ് അദ്ദേഹം പോയി പെടുന്നത്. ജയചന്ദ്ര പണിക്കർ എന്ന് പറയുന്ന യുവാവ്. 100 കണക്കിന് കത്തുകൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്ന മനുഷ്യൻ്റെ എല്ലാം വികാരങ്ങളൊന്നാണ്, അവൻ്റെ സങ്കടങ്ങളൊന്നാണ്. അതിൽ സായിപ്പും നീഗ്രോയും മറ്റുള്ള വിഭാഗങ്ങളൊന്നുമില്ല, മനുഷ്യൻ ഏകനാണ് എന്ന് പറയുന്ന സിദ്ധാന്തം അദ്ദേഹത്തിന് അവിടെ വെച്ച് കിട്ടി. പറയട്ടെ, നിത്യഗുരു അന്ന് മുതൽ ആരംഭിച്ചതാണ് കത്തെഴുത്ത് എന്നുള്ളൊരു ശീലം. എനിക്കും കത്തെഴുതിയിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ലോകത്തിൻ്റെ എമ്പാടും നാനാ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് നിത്യഗുരുവിൻ്റെ അവസാന നിമിഷം വരെയുള്ള സമയത്ത് ആയിരക്കണക്കിന് കത്തുകളാണ് എഴുതി അയച്ചിട്ടുള്ളത്. ഇത് സമാഹരിക്കാൻ നമുക്കിന്ന് സാധ്യമാണോ? സാധ്യമല്ല എന്നെനിക്ക് തോന്നുന്നു. ഷൗക്കത്ത് അല്പം എല്ലാം ശ്രമിച്ചു, സാധിക്കില്ല. ഈ ഒരു ശീലം കിട്ടിയത് കാര്യം നിയതി തന്നെ രൂപപ്പെടുത്തുന്ന ഗുരു പറയുന്ന ഒരു വാക്കാണ്. നിയതി തന്നെ രൂപപ്പെടുത്തുന്ന രീതിയാണ്. അവിടെ നിന്നെല്ലാം അദ്ദേഹം തിരിച്ചു പോന്നു. അങ്ങനെ വീണ്ടും പരിവ്രജനം ചെയ്ത് നടക്കുന്ന സമയത്താണ് സ്വാമി രാമദേവയുടെ ദൈവത്തെ തേടിയുള്ള ഇൻ ക്വസ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആ പുസ്തകം ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വായിച്ചു കൊണ്ടിരിക്കുന്ന യുവാവിനെ കണ്ടിട്ട് ഒരു മദാമ അടുത്ത് വന്ന് പറഞ്ഞു, ഈ പുസ്തകം നിങ്ങളെടുത്തോളൂ, പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു ഗുരുവിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ
ഉറക്കലയ്ക്കടുത്ത് ഇവിടുന്ന് അല്പദൂരം പോകാനേ ഉള്ളൂ. കണ്ണാശ്രമം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഡോക്ടർ മീസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. സ്വാമി ഏകരസ, സാധു ഏകരസ, ബെൽജിയംകാരനാണ്, മഹാപണ്ഡിതനാണ്. രമണ മഹർഷിയുടെ ശിഷ്യനായിട്ടുള്ള അദ്ദേഹം ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മീസിൻ്റെ അടുത്തേക്ക് വരുന്നു. 5 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പഠനം ഡോക്ടർ മീസിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പാരമ്പര്യ മനഃശാസ്ത്രം, ട്രഡീഷണൽ സൈക്കോളജി, പൗരാണിക ശാസ്ത്രം, മിത്തോളജി, നരവംശാസ്ത്രം, ആന്ത്രപ്പോളജി തുടങ്ങിയുള്ള വിഷയങ്ങളിൽ വളരെയധികം അത്യഗാധമായിട്ടുള്ള പാണ്ഡിത്യം ഡോക്ടർ മീസിൻ്റെ അടുത്തുനിന്നാണ് ഇദ്ദേഹം നേടുന്നത്. ഏറെ പറയട്ടെ, ഞാൻ വിട്ടുപോയ ഒരു കാര്യം, നിത്യഗുരുവിൻ്റെ ആത്മീയ യാത്ര ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പുണ്യഭൂമിയിൽ നിന്നാണ്, ശിവഗിരിയുടെ മണ്ണിൽ നിന്നാണ്. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ഇവിടെ വരുന്നു. അന്ന് ഈ സമാധി സ്ഥാനത്ത് ഈ മന്ദിരമില്ല. അവിടെ പഞ്ചാരമണൽ വിരിച്ചൊരു സ്ഥലത്തൊരു കിണറാണ്. ആ കിണറിന് ചുറ്റും മന്ദഗതിയിൽ പദം വെച്ച് ശ്രീനാരായണ ഗുരുവിനെ ധ്യാനിച്ച് നടക്കുന്ന യുവാവ് പെട്ടെന്ന് ബോധം കെട്ട് താഴേക്ക് വീഴുകയാണ്. താങ്ങിപ്പിടിച്ച ആളുകൾ കൊണ്ട് വെള്ളമൊക്കെ തെളിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ബോധം വരുന്നു. എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ആ ആത്മീയ ചൈതന്യം അന്നേ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യമേ പറയേണ്ടതാണ്, അന്നേ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ ചൈതന്യം അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ഈ നിത്യചൈതന്യ യതി എന്ന് പറയുന്ന മഹാഗുരുവിൻ്റെ ഉള്ളിലേക്ക് ഈ മണ്ണിൽ വെച്ച് സംഭവിച്ച കാര്യമാണ്. ഈ മണ്ണിൽ വെച്ച് ഏറ്റെടുത്ത ദൗത്യം പിന്നീട് അദ്ദേഹം ലോകത്തിൻ്റെ ജീവിതാവസാനം വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കിയ ചരിത്രമാണ് യതിചരിതം എന്ന ആത്മകഥയിൽ നമ്മൾ വായിക്കുന്നത്. വായിക്കണം നിങ്ങൾ. അത്രയും വലിയ പുസ്തകം വായിക്കാൻ പറ്റിയില്ല. ഇന്ന് ചെറിയൊരു പുസ്തകം DC ബുക്ക് ഇറക്കിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്താണ് എഴുതിയ PR ശ്രീകുമാർ എഴുതിയ ചെറിയ പുസ്തകമുണ്ട്. പക്ഷെ അത് സമ്പൂർണ്ണമല്ല. യതിചരിതം തന്നെ വായിക്കണം. ആ ജീവിതത്തിൽ കൂടി നാം കടന്നു പോകുന്ന ഒരു ഘട്ടമുണ്ടാകും. മാത്രമല്ല, ഈ യാത്രയിൽ അദ്ദേഹം പല സമയത്തും നടരാജഗുരുവുമായി വഴക്കിട്ട് അദ്ദേഹം യാത്രകൾ ചെയ്യുന്നുണ്ട്. ഈ യാത്രകളിൽ ഒന്നാണ് മൈസൂർ രാമകൃഷ്ണാശ്രമത്തിലേക്ക് പോകുന്നത്. സ്വാമി വിമലാനന്ദ എന്ന് പറയുന്ന പ്രാതസ്മരണീയനായിട്ടുള്ള സന്യാസി എന്ന് ഞാൻ ഉപയോഗിക്കട്ടെ, അത്രയും മഹാത്മാവായിട്ടുള്ള, അത്രയും സംസ്കൃതത്തിൽ അത്യഗാധമായിട്ടുള്ള പാണ്ഡിത്യമുള്ള സ്വാമി വിമലാനന്ദയിലെ അടുത്ത് ചെല്ലുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാമകൃഷ്ണ മിഷനിൽ ചേരണം. വിമലാനന്ദ സ്വാമി പറഞ്ഞു, ഇന്ന് ഇവിടെ വിശ്രമിക്കൂ. പിറ്റേ ദിവസം കാലത്ത് അദ്ദേഹം തിരിച്ച് വർക്കലയ്ക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ശ്രീരാമകൃഷ്ണദേവന് വേണ്ടി പ്രയത്നിക്കാനായിട്ട് ഒരുപാട് യുവാക്കളും കഴിവുള്ള ആൾക്കാർ ഇവിടെയുണ്ട്, രാമകൃഷ്ണ മിഷനിലുണ്ട്. താങ്കളുടെ ആവശ്യം ഇവിടെയില്ല. തിരിച്ചു പോവുക, നാരായണ ഗുരുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. സ്വാമി വിമലാനന്ദ തിരിച്ചയക്കുന്നുണ്ട്. വിമലാനന്ദ സ്വാമിയുടെ പാദങ്ങളിൽ നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക്. മറ്റൊരു സന്യാസിയാണ് സ്വാമി നിശ്രേയസാനന്ദ, മദ്രാസ് വിവേകാനന്ദ കോളേജിൽ. അവിടെ അദ്ദേഹം ഫിലോസഫി പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് നമ്പ്യാർ മഹാരാജ് എന്ന രാമകൃഷ്ണ മിഷനിൽ പ്രവർത്തിച്ച ആ മഹാത്മാവിനെ എനിക്ക് നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് രാമകൃഷ്ണ മിഷനിൽ നിൽക്കുമ്പോൾ. അദ്ദേഹത്തിൻ്റെ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ആഫ്രിക്കയിലും മറ്റുള്ള പ്രദേശങ്ങളിലും രാമകൃഷ്ണ മിഷൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നിശ്രേയസാനന്ദ സ്വാമികളായിട്ടുള്ള ബന്ധം, സ്വാമി നിത്യബോധാനന്ദയെ പോലുള്ള മഹാത്മാക്കളായിട്ടുള്ള ബന്ധം, ഇതെല്ലാം തന്നെ ഇദ്ദേഹം നേടിയെടുക്കുന്നുണ്ട് ഈ യാത്രയിൽ. ബോംബെയിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം റിസർച്ച് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. അന്ന് വികലാംഗരുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ഗവേഷണം നടത്തുന്നത്. ഒരു ദിവസം മറൈൻ ഡ്രൈവിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ബോംബെ മറൈൻ ഡ്രൈവിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ, പ്രേം കുടീരം എന്ന് പറയുന്ന ഒരു വലിയ 3 നിലയുള്ളൊരു ആശ്രമം, ആ ആശ്രമത്തിൻ്റെ അകത്തേക്ക് സന്യാസിമാരും ആളുകളെല്ലാം കയറിപ്പോകുന്നുണ്ട്. ഇദ്ദേഹം പോയി അവിടെ ചെല്ലുമ്പോൾ കാണുന്നു പ്രേംപുരി എന്ന് പറയുന്ന മഹാത്മാവായിട്ടുള്ള സന്യാസി വേദാന്ത ക്ലാസ് എടുക്കുകയാണ്. ഈ വേദാന്ത ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം പുറത്തിറങ്ങാൻ നേരത്ത് അദ്ദേഹത്തിന് ചെരുപ്പ് കാണുന്നില്ല. ഈ ചെരുപ്പ് തപ്പി നടക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ തപ്പുന്നത്? ഗുരു ഇംഗ്ലീഷിലാണ് പറയുന്നത്, എൻ്റെ ചെരുപ്പ് അന്വേഷിച്ച് നടക്കുക. നോർത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് പറയുന്ന സന്യാസിമാർക്കൊക്കെ വലിയൊരു അംഗീകാരം ഉണ്ട് ഇക്കാലത്തൊക്കെ ഉണ്ട്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താ?
ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണെന്ന് പറയുന്ന സമയത്ത് ഇദ്ദേഹം പറയുന്നു, നാളെ മുതൽ ഈ ആശ്രമത്തിൽ നിങ്ങൾ താമസിക്കണം. പ്രേംപുരി ബാബയുടെ അടുത്ത് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. കണ്ട ദർശനത്തിൽ തന്നെ സ്വാമി പറഞ്ഞ പോലെ എന്തോ ഒരു ആകർഷണീയത ഗുരുവിനെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാന്തികതയുണ്ട് ഗുരുവിന്. ഈ കാന്തിക ശക്തിയിൽ പ്രേംപുരി ബാബയും വീഴുന്നുണ്ട്. പിറ്റേ ദിവസം ഗുരു എഴുതുന്നുണ്ട്, ഒരൊറ്റ മുറിയിൽ കൊതുക് കടി കൊണ്ട് സഹികെട്ടി ജീവിച്ചിരിക്കുന്ന ആ ഒറ്റ മുറിയിൽ നിന്ന് പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ താമസം എവിടെയെന്നറിയോ? പട്ടുമെത്തയിൽ, AC ഉള്ള പട്ടുമെത്തയിലുള്ള സുഭിക്ഷമായിട്ടുള്ള ഭക്ഷണമുള്ള പ്രേംപുരി ബാബയുടെ ആശ്രമത്തിൽ വളരെ ദിവസങ്ങൾക്ക് തന്നെ ഈ പറയുന്ന ഇദ്ദേഹം, അന്ന് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, സന്യാസം സ്വീകരിച്ചു. അതിനുശേഷം അത് ഞാൻ പറയാം. ഈ പ്രേംപുരി ബാബയുടെ ആശ്രമത്തിൽ ഇദ്ദേഹം കഴിഞ്ഞുകൂടുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ പ്രേംപുരി ബാബയുടെ പ്രിയ ശിഷ്യനായിട്ട് ഇദ്ദേഹം മാറുന്നു. പെട്ടെന്ന് ആണ് പ്രേംപുരി ബാബയുടെ സമാധി സംഭവിക്കുന്നത്. അന്ന് തന്നെ 1956 കാലഘട്ടങ്ങളിൽ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഒരാശ്രമം. ചിന്തിക്കാൻ പറ്റില്ല. അവിടെ കിട്ടുന്ന സുഖഭോഗങ്ങളുടെ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന മറ്റുള്ള കാര്യങ്ങളുടെ, ഇദ്ദേഹത്തിന് നല്ല ഒരു വായനക്കാരനാണ്, വലിയ ലൈബ്രറി എല്ലാമുണ്ട്. പ്രേംപുരി ബാബ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ഒരു കത്തെഴുതി വച്ചിരുന്നു. തൻ്റെ മഹാസമാധിക്ക് ശേഷം ഇദ്ദേഹത്തെ നിത്യചൈതന്യ ഈ ആശ്രമത്തിൻ്റെ അധ്യക്ഷനാക്കണം. സർവ്വസമ്പത്തുകളും സർവ്വസ്വത്തുക്കളും നിത്യചൈതന്യയുടെ പേരിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഗുരുവിൻ്റെ ഈ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രേംപുരി ബാബയുടെ ലൈബ്രറി ചെല്ലുമ്പോൾ ആ പുസ്തകങ്ങൾ മറിച്ച് നോക്കുമ്പോൾ കെട്ടുകെട്ട് നോട്ടുകളാണ് ഓരോ പുസ്തകത്തിലും. ഗുരു പെട്ടെന്ന് തന്നെ ഈ ഒരു സംഘത്തെ രൂപീകരിച്ചു. ഈ പൈസ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്താനുള്ള ഒരു സംഘത്തെ രൂപീകരിച്ചു. അത് നോക്കുമ്പോൾ വലിയ കനത്തൊരു സംഖ്യ ഇദ്ദേഹത്തിന് പാതകാണിക്കയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. ഇദ്ദേഹം പറഞ്ഞു, തൻ്റെ ദൗത്യം ഇതല്ല, എനിക്ക് എൻ്റെ ഗുരു ഏൽപ്പിച്ചിരിക്കുന്ന മറ്റൊരു ദൗത്യമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു സന്ദേശവാഹകനായിട്ട് ലോകം മുഴുവനും ഈ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള തൻ്റെ ദൗത്യത്തിലേക്ക് അദ്ദേഹത്തിന് പോകണം. പ്രേംപുരി ബാബയുടെ ആശ്രമത്തിൽ നിന്ന് യാത്ര പറഞ്ഞാണ് ഇദ്ദേഹം ഇറങ്ങുന്നത്. ഞാൻ ഇടയ്ക്ക് വിട്ടുപോയ കാര്യം അദ്ദേഹത്തിൻ്റെ സന്യാസത്തിനെ കുറിച്ചാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ 1948 അദ്ദേഹം തിരുവണ്ണാമലയിലേക്ക് പോകുന്നു. തിരുവണ്ണാമലയിൽ പോയി മഹർഷിയെ കാണുന്നു. മഹർഷിയെ കാണുന്ന നേരത്ത് ഇദ്ദേഹം ഒരു സങ്കല്പം എടുക്കുകയാണ്, ഇവിടുന്ന് ഞാൻ സന്യാസം എടുക്കും. മഹർഷി ആർക്കും സന്യാസം കൊടുക്കില്ല. പക്ഷേ മഹർഷി ഇപ്പോൾ കണ്ണു തുറന്ന് തന്നെ നിരീക്ഷിക്കുകയാണ്. നോക്കുകയാണെങ്കിൽ അതിനർത്ഥം മഹർഷി എനിക്ക് സന്യാസം തരുന്നത് തന്നെയാണ്. ഇത് മനസ്സിൽ വിചാരിച്ച നിമിഷം തന്നെ രമണ മഹർഷി കണ്ണു തുറന്നു. ഇദ്ദേഹത്തെ നോക്കുന്നുണ്ട് ഈ ജയചന്ദ്ര പണിക്കരെ. അന്ന് നിശ്ചയിച്ചു, രാമദേവാനന്ദ എന്ന് പറയുന്ന ഒരു സന്യാസിയാണ് അദ്ദേഹത്തിന് സന്യാസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. തിരിച്ചദ്ദേഹം നിത്യചൈതന്യ എന്നുള്ള ഒരു പേരിൽ തിരിച്ചദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം, കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ആ കാലത്താണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ച് രംഗത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള യാത്ര, ആ യാത്ര ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു നിയോഗം വരുന്നു. നടരാജഗുരുവിൻ്റെ കൂടെ താമസിക്കുന്ന 1960 മുതൽ 67 വരെ ഈ വർക്കല ഈ കുന്നിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിത്യ, കപൂർത്തല വരെ ഒന്ന് പോകണം. കപൂർത്തല മഹാറാണി എനിക്കൊരു കത്ത് അയച്ചിരിക്കുന്നു. അവിടെ ഒരു വിദ്യാലയം തുടങ്ങും, ജ്ഞാനവിദ്യാലയം ആരംഭിക്കാനുണ്ട്. നിത്യനെ അവിടേക്ക് അയക്കുകയാണ്. നിത്യൻ അവിടെ ചെല്ലുന്നു. ഒരു ദിവസം അദ്ദേഹം ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ നിയതിയുടെ കളി. ഡൽഹിയിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. അന്ന് ആക്ടിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ഗുൽസാർലാൽ നന്ദ എന്ന് പറയുന്ന ഒരു മഹാത്മാവ്. അദ്ദേഹം നേരെ ഇദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വല്ലാത്തൊരു, ഇദ്ദേഹം നല്ലൊരു ഭക്തനും നല്ലൊരു ഇതൊക്കെയാണ്, ഞങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള പണ്ഡിറ്റ് നെഹ്റുവിന് ഭാരതീയമായിട്ടുള്ള ഈ വേദാന്തത്തിലോ ഈ ആധ്യാത്മികതയിലോ ഒന്നും താല്പര്യമില്ല. അദ്ദേഹം ഇവിടെ ഒരു സൈക്കിക് ആൻഡ് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. താങ്കൾ അതിൻ്റെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുക്കണം. താങ്കൾക്ക് സർവ്വ യോഗ്യതയും തികഞ്ഞ വ്യക്തിയാണ്. ഗുരു നിത്യ പറഞ്ഞു, എന്നെ എൻ്റെ ഗുരു നിയോഗിച്ചിരിക്കുന്ന കപൂർത്തലയ്ക്കാണ്. ഇവിടെ നിൽക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം കപൂർത്തല എത്തിയപ്പോഴേക്കും നിയതിയുടെ മറ്റൊരു കളി, ഈ റാണി തലേ ദിവസം ഹൃദയസ്തംഭനത്തിൽ മരിച്ചു പോകുന്നു. തിരിച്ചദ്ദേഹം വന്നിട്ട് ഈ സൈക്കിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ ഡൽഹിയിൽ തുടങ്ങുന്നുണ്ട്.
ഈ സൈക്കിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ തുടങ്ങാൻ സമയത്ത് മനഃശാസ്ത്രം ജീവിതത്തിൽ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിക്കണം. ഗുരു ഒരു നല്ല കുറച്ച് ടീം ഉണ്ടാക്കിയിട്ട് ഇന്ത്യ മുഴുവനുള്ള യോഗികൾക്കൊക്കെ കത്തയക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാര്യം അത് വേറെ വിഷയമാണ്. ആ വിഷയത്തിലേക്കല്ല നമ്മളിപ്പോൾ പോകേണ്ടത്. എന്തായാലും സൈക്കിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾക്കിടയിലാണ് അദ്ദേഹം നിരന്തരമായിട്ട് മാതൃഭൂമി പത്രത്തിലേക്ക്, മാസികയിലേക്ക്, ആഴ്ചപ്പതിവിലേക്ക് അദ്ദേഹം ലേഖനങ്ങൾ എഴുതി അയക്കാൻ തുടങ്ങുന്നത്. അന്ന് പത്രാധിപർ NV കൃഷ്ണവാര്യരാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഭാഷാഘടനയെല്ലാം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ മുഖ്യസ്ഥാനം വഹിച്ചിട്ടുള്ള ഒരാളാണ് NV കൃഷ്ണവാര്യർ. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു എഴുത്തുകാരനാകാൻ വലത് കൈയിൽ പേന എങ്ങനെ പിടിക്കണം, എത്ര പരത്തി എഴുതണം, പേനയുടെ മുന ആഴത്തിൽ പോയാൽ 10ാം തരം വരെ പഠിച്ച വായനക്കാരെ വേഗത്തിൽ ഓർമ്മിച്ച് മുന അതിൽ നിന്നും ഊരിയെടുക്കണം എന്നെല്ലാം തന്നെ പഠിപ്പിച്ചത് NV കൃഷ്ണവാര്യരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഗഹനമായിട്ടുള്ള അധ്യാത്മ സരോവർ എന്ന് പറയുന്ന ഒരു മാസിക അദ്ദേഹം തുടങ്ങുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഇവിടെ ബ്രഹ്മവിദ്യാലയത്തിൽ ഇരിക്കുന്നുണ്ട് ആ മാസികയുടെ വോള്യങ്ങൾ തന്നെ. റിസർച്ചിന് വിധേയമാക്കേണ്ട വോള്യങ്ങളാണ് എല്ലാം തന്നെ. അത്രയും കനപ്പെട്ട, അത്രയും വിലപ്പെട്ട ഇതാണ്, അറിവിൻ്റെ അക്ഷയഖനികളാണ് അതിലെല്ലാം തന്നെ. ഈ ഒരു നിയോഗത്തിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് 1965 മുതൽ 1979 വരെയുള്ള 14 വർഷങ്ങളിൽ ഓസ്ട്രേലിയ, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയിട്ടുള്ള പല സ്ഥലങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി മാറുന്ന പ്രൊഫസർ യതിയെയാണ്. സായിപ്പ് അങ്ങനെ വിളിക്കൂ. പ്രൊഫസർ യതിയെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഈ പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിലും ഇദ്ദേഹം നടത്തിയിരിക്കുന്ന ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളുടെ ആഴത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പാശ്ചാത്യ മനഃശാസ്ത്രം പൗരസ്ത്യ സമീക്ഷയിൽ ഗൂഢാവബോധം, പാശ്ചാത്യവും പൗരസ്ത്യവും, സ്വധർമ്മ നിശ്ചയം അഥവാ മൂല്യനിരൂപണം, തത്വസമന്വയം, ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളിൽ ദർശനമാരിയിലെ മനഃശാസ്ത്രം, ഭഗവത്ഗീതയിലെ വിശ്ലേഷണ പ്രക്രിയയും സ്വാത്മനിരൂപണവും ആധുനിക സൈക്കാട്രിയുടെ വെളിച്ചത്തിൽ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ചിന്തിച്ചു നോക്കണം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളെ പാശ്ചാത്യ ലോകത്ത് ശാസ്ത്രത്തിൻ്റെ ഭാഷയിലാണ് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. പ്രബുദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ 18 വർഷക്കാലം, നീണ്ട 18 വർഷക്കാലം പോർട്ട്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കണം. ലോകം മുഴുവനുമുള്ള ഈ പ്രഭാഷണ യാത്രകളിൽ അദ്ദേഹം പതഞ്ജലി യോഗസൂത്രത്തെക്കുറിച്ചും ശ്രീനാരായണ ഗുരുദേവ കൃതികളിലും ഭഗവത്ഗീതയിലും സൗന്ദര്യലഹരിയും വിവേക ചൂടാമണിയും ഗീതാ ഗോവിന്ദത്തിൻ്റെയും എല്ലാം വെളിച്ചത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ നടത്തി അദ്ദേഹം മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രഭാഷണ പരമ്പരകളിൽ വിക്ടോറിയയിലെ ബെൻഡിഗോയിൽ നടന്ന യോഗ സെമിനാർ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ അല്ലെങ്കിൽ അമേരിക്കയിലെ പോർട്ട്ലൻഡ് യൂണിവേഴ്സിറ്റി, ഹവായ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ എടുത്ത ക്ലാസ്സുകളെക്കുറിച്ച് യാത്ര, യതിചര്യ, ഇറങ്ങിപ്പോക്കെന്ന് പറയുന്ന 3 യാത്രാ വിവരണ ഗ്രന്ഥങ്ങളുണ്ട്, വായിക്കണം. എങ്ങനെയായിരുന്നു ഇതുപോലെയുള്ള ഒരാൾ നമ്മുടെ കൂടെ ജീവിച്ച ആളാണ്, ചിന്തിക്കണം. എങ്ങനെയാണ് പാശ്ചാത്യ ലോകത്തിൽ വെന്നിക്കൊടി പറപ്പിച്ചുകൊണ്ട് ഈ മഹാത്മാവ് തൻ്റെ ജൈത്രയാത്ര നടത്തിയിട്ടുള്ളതെന്ന്. 1971 ഫെബ്രുവരി 17 വത്തിക്കാനിൽ പോയിട്ട് പോൾ 6 മാർപ്പാപ്പയെ കാണുന്നത്. അന്ന് സൈക്കിക് മാസിക എന്ന് പറയുന്ന സൈക്കിക് മാസികയിൽ വന്ന അദ്ദേഹത്തിന് യതിയുടെ ചിത്രത്തോടുകൂടി സൈക്കിക് മാസികയിൽ വന്ന ഒരു ലേഖനം, ആ ഒരു സ്പെഷ്യൽ പതിപ്പായിരുന്നു. ഒരു റവറണ്ട് കൊണ്ടുപോയിട്ട് പാപ്പയെ കാണിക്കുന്നു. ഇതിൽ വന്ന ഒരു മുഖചിത്രം യതിയുടെ ഒരു ചിത്രകാരി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് വരച്ചതാണ്. ആ മുഖചിത്രം വെച്ചിട്ട് യതിയുടെ മുഖത്ത് വെച്ചുകൊണ്ട് ഈ ചിത്രകാരൻ അഭിനന്ദിക്കുന്ന പാപ്പയുടെ രൂപം കാണിക്കുന്നുണ്ട്. ഞാൻ വിശദമായി അതിലേക്ക് പോകുന്നില്ല. എന്തായാലും ഈ പറയുന്ന 71 ഫെബ്രുവരിയിൽ ഇതിനാണ് അവിടെ നടക്കുന്ന വലിയൊരു കോൺഫറൻസിൽ, അവിടുത്തെ ഒരു വലിയ സദസ്സിൽ അദ്ദേഹം സംസാരിക്കുന്ന രംഗങ്ങളെല്ലാം കാണുന്നുണ്ട്. മാത്രമല്ല 1971 ഇവിടെ ശാസ്താംകോട്ടയിൽ നടന്ന വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻ ഫോർ യൂണിറ്റി എന്ന് പറയുന്ന അതിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു. 1973 മാർച്ച് 19 നടരാജഗുരുവിൻ്റെ മഹാസമാധിയെ തുടർന്ന് പിന്നീട് നാം കാണുന്നത് ഗുരു നിത്യചൈതന്യതയാണ്. ഗുരുകുലത്തിൻ്റെ മഠാധിപതിയായിട്ട് അദ്ദേഹം വാഴ്ത്തപ്പെടുന്നു. അതിനുശേഷമാണ് 1981 മോസ്കോയിൽ നടന്ന ദ ഗിഫ്റ്റ് ഓഫ് ലൈഫ് കോൺഫറൻസിൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായിട്ട്, ഗുരുകുലത്തിൻ്റെ പ്രതിനിധിയല്ല, ഭാരതത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് യതിയെ നിയോഗിച്ച് അയക്കുന്നത്.
നേരത്തെ സ്വാമി ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ പറയായിരുന്നു, മിസ് ഇന്ദിരാഗാന്ധി ഇവിടെ വന്ന സമയത്ത് സ്വാമിയുടെ കൈ പിടിച്ചിട്ട് നിത്യഗുരു ശിവഗിരിയിലേക്ക് വന്ന കാര്യം ഞാനും സ്വാമിയും കൂടെ ഗുരുകുലത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പറയുമായിരുന്നു. കാര്യം ഇത് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ. ഗുരുവിനെ ഇവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പണ്ഡിറ്റ് നെഹ്റുവിനും ഗുൽസാരിലാൽ നന്ദയ്ക്കും ശാസ്ത്രിജിക്കും ഇന്ദിരാജിക്കും എല്ലാവരും വളരെ സുപരിചിതനായിട്ടുള്ള ആളായിരുന്നു. ഇരിക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്ന 1973 മുതൽ ഒരു 20 വർഷക്കാലത്തേക്ക് ശരിക്കും ഒരു യതിപ്രഭാവത്തെ നമ്മൾ കാണുന്നുണ്ട് പത്രമാധ്യമ രംഗങ്ങളിൽ. കേരളത്തിലിറങ്ങുന്ന പ്രമുഖമായിട്ടുള്ള മാതൃഭൂമി, കലാകൗമുദി മാസികയെല്ലാം തന്നെ നിരന്തരമായിട്ട് ഒരു ലക്കം പോലും മുടങ്ങാതെ നിത്യഗുരുവിൻ്റെ ലേഖനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അനവധി ലേഖനങ്ങളിൽ. അപ്പോൾ ഇതിൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഗുരുവിൻ്റെ ഇതിനെക്കുറിച്ച് സ്വാമി സൂചിപ്പിച്ചുവെങ്കിലും 160ഓളം പുസ്തകങ്ങളാണ് യതിയുടെ പേരിൽ ഇന്ന് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. 160ഓളം പുസ്തകങ്ങൾ. അതിൽ വേദാന്ത കൃതികളുടെ വ്യാഖ്യാനങ്ങൾ, സ്വതന്ത്ര കൃതികൾ, വിവർത്തനങ്ങൾ, സ്വതന്ത്ര തർജ്ജമകൾ, ലേഖന സമാഹാരങ്ങൾ തുടങ്ങിയ ഗുരുവിൻ്റെ വിജ്ഞാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് നിത്യഗുരു കടന്നു ചെന്നിരിക്കുന്നത്, വിജ്ഞാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്. അപ്പോൾ ഈ പുസ്തകങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഗുരു സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ 2-3 ഉള്ളൂ, അല്ലേ സ്വാമിജി? സ്വന്തം കൈപ്പടയിൽ നിത്യഗുരു എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഈ 162-3 ഉള്ളൂ. ഇപ്പം ഞാനുൾപ്പെടെ എനിക്കെല്ലാം ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വർക്കല ഗുരുകുലത്തിൽ അല്ലെങ്കിൽ ഊട്ടി ഗുരുകുലത്തിൽ കാലത്ത് പഠന ക്ലാസ്സിലിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കാലത്ത് പോയിട്ട് പച്ചക്കറി അരിഞ്ഞ് കാലത്ത് അവിടെ ഉണ്ടാക്കാനുള്ള മിക്കവാറും ഒരു വെജിറ്റബിൾ ബിരിയാണി ആയിരിക്കും, അതെല്ലാം ഉണ്ടാക്കിയിട്ട് ഓടി വന്ന് ഗുരുവിൻ്റെ ചെല്ലിൽ പുസ്തകം പേനയായിട്ട് വന്നിരിക്കും. ഗുരു പറഞ്ഞു തരും. അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഒരു ബയോ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഒരു വശത്തേക്ക് തിരിഞ്ഞ് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ആള് മറുവശത്തേക്ക് തിരിഞ്ഞ് മലയാളത്തിൽ പറയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇംഗ്ലീഷ് സംസ്കാരവും ഇംഗ്ലീഷ് ഭാഷയും ഒട്ടും തെറ്റാതെ ഇംഗ്ലീഷ് ഇങ്ങനെ അനുസ്യൂതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലയാളത്തിലേക്ക് തിരിയുന്ന സമയത്ത് ആലോചിച്ച് നോക്കണം, അടുത്ത സെക്കൻഡിലാണ് മലയാളത്തിൽ തനി മലയാളിയായിട്ട് മാറുക. ആ ഗ്രന്ഥരചനയുടെ അത് എഴുതിയെടുക്കുന്ന സ്വാമിജിയാണ് മുഖ്യമായിട്ട് പറയാം. ആ സ്വാമിജി നമ്മുടെ സന്നിധിയിൽ തന്നെ വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഞാൻ കാണുമ്പോൾ അദ്ദേഹം ഗിരിയണ്ണനാണ്. ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഗിരിയണ്ണ എന്ന് സ്നേഹപൂർവ്വം വിളിക്കും. സ്വാമി ത്യാഗി ഈശ്വരനൊക്കെ നമിക്കാൻ നേരത്തും എൻ്റെ ഗിരിയണ്ണൻ തന്നെയാണ് സ്വാമിജി എന്നും. ഞാൻ ഇവിടെ വരുമ്പോൾ പ്രസാദണ്ണനാണ് സ്വാമി ഗുരു മുനിനാരായണ പ്രസാദ്. അത്രയും ഇതില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒരേ സമയത്ത് തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം തന്നെ ഈ ഒരു ഇംഗ്ലീഷ് ഭാഷ, ഈ ഒരു രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ്റെ 8 കൃതികൾ, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം വന്നിട്ടുണ്ട്. വിനായകഷ്ടം, സുബ്രഹ്മണ്യ കീർത്തനം, ജന്യ നവരത്നമഞ്ജരി, അറിവ്, ദൈവദശകം, ആത്മോപദേശകം, ദർശനമാല, സ്വാനുഭവഗീതി തുടങ്ങിയിട്ടുള്ള 8 കൃതികൾ. ഞാനതല്പം ഓടിച്ചു പോവുകയാണ്. നമ്മുടെ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. സമയത്തോട് നീതി കാണിക്കണം. മാത്രമല്ല, ആത്മോപദേശ ശതകത്തെക്കുറിച്ച് 4 പുസ്തകങ്ങളാണ്. ആത്മോപദേശത്തിൻ്റെ അർത്ഥവിവരണവും, ആത്മോപദേശ 100 ധ്യാനങ്ങൾ, ആത്മോപദേശത്തിൻ്റെ ദർശനത്തിന്മ, നാരായണ ഗുരുവിൻ്റെ ആത്മദർശനം പ്രായോഗിക ജീവിതത്തിൽ. അപ്പോൾ ഈ കാലത്ത് തന്നെയാണ് നാരായണ ഗുരുകുലത്തിൽ നിന്ന് ദശോപനിഷത്തുകൾ വ്യാഖ്യാനം ചെയ്യാൻ ആരംഭിച്ചത്. അപ്പോൾ അതിൽ ഈശാവാസ്യം, മാണ്ഡൂക്യം, ബൃഹദാരണ്യകം, ചാന്തോക്യം, ഈ 4 നിത്യഗുരുവാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. ബാക്കിയെല്ലാം ഗുരു മുനിനാരായണ പ്രസാദമാണ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്നത്. അല്ല, അദ്ദേഹം ആദ്യം ഈശാവാസ്യവും അത് ഇംഗ്ലീഷിലും മലയാളത്തിലെടുത്തി മാണ്ഡൂക്യം ഇറക്കി. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ബൃഹദാരണ്യകം. ആ യാത്രയിൽ പലപ്പോഴും ഞാനും ഉണ്ടായിരുന്നു. അത്ഭുതം തോന്നുന്ന ആ മേധാശക്തിയുടെ മുമ്പിൽ നമിച്ചേ പറ്റൂ. ഇങ്ങനെ ഗുരു ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എഴുതിക്കൊണ്ടിരുന്ന രംഗം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. മനസ്സിലായില്ലേ? ആ 3 വോള്യങ്ങൾ, ആയിരക്കണക്കിന് പേജുകൾ വരുന്ന ഈ 3 വോള്യങ്ങൾക്ക് തുല്യമായി ലോകഭാഷയിൽ ഇന്ന് വരെ ബൃഹദാരണ്യോപനിഷത്തിൻ്റെ വ്യാഖ്യാനം രചിക്കാനായിട്ട് ഒരു മഹാത്മാവിനുമായിട്ടില്ല. ഇത് കഴിഞ്ഞ് അദ്ദേഹം ചാന്തോക്യോപനിഷത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്ന സമയത്താണ് ഇത്. ഞാൻ ആചാര്യ നരേന്ദ്രഭൂഷൻ്റെ കൂടെ നേരത്തെ സ്വാമിജി പറഞ്ഞ പോലെ നിത്യഗുരു എന്നെ കാണുന്ന സമയത്ത് അത് ഞാൻ പറയും, അതിന് ശേഷം പറയാം, അല്ലെങ്കിൽ മുറിഞ്ഞു പോകും. ആചാര്യ നരേന്ദ്രഭൂഷണായിട്ട് ഇദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട്. കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങയോടൊരു, ആചാര്യ നരേന്ദ്രഭൂഷൺ പറയും, ഇത് ആചാര്യ നരേന്ദ്രഭൂഷൻ്റെ സ്വന്തം വാക്കുകളിൽ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞ കാര്യമാണ്, അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, നിത്യഗുരുവിനോട് അദ്ദേഹം പറഞ്ഞത്രേ, അങ്ങ് വേദം പഠിച്ചിട്ട് വേണം ചാന്തോക്യത്തിന് ഭാഷ്യം എഴുതാൻ.
സമവേദത്തിൽ അത്രയും ഇത് വേണം. ഋഗ്വേദം അങ്ങ് പഠിച്ചു തുടങ്ങും. ഈ വാക്ക് അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ എടുത്തു. അതാണ് ഗുരുവിൻ്റെ വേറൊരു വൈശിഷ്ട്യം. ഒരു കുഞ്ഞ് പറഞ്ഞാൽ ആ കുഞ്ഞ് പറയുന്നത് കേൾക്കാനുള്ള മനസ്സ്. അത്ഭുതത്തോടുകൂടി ഞാൻ നോക്കിയിട്ടുണ്ട്, ഇല്ലേ സ്വാമി? ഒരു കുഞ്ഞ് പറഞ്ഞാൽ ആ കുഞ്ഞ് പറയുന്നത് കേൾക്കാനുള്ള വലിയ മനസ്സ് നിത്യഗുരു ഉണ്ടായിരുന്നു. എത്രയോ അനുഭവങ്ങളാണുള്ളത് മുമ്പിൽ. ഇതൊന്നും സമയമില്ല നമുക്കിവിടെ പറയാനായിട്ട്. പക്ഷേ ഈ ആചാര്യ നരേന്ദ്രഭൂഷൻ്റെ ഈ ഉപദേശം കൊണ്ട് മറ്റൊരു വലിയ സംഭാവന നമുക്ക് കിട്ടി. അദ്ദേഹം ഋഗ്വേദം പഠിക്കാൻ തുടങ്ങി. ആദ്യത്തെ 50 സൂക്തങ്ങൾക്ക് എഴുതിയിരിക്കുന്ന ഋഗ്വേദത്തിന് ഒരു ശാസ്ത്രാധിഷ്ഠിത പാഠം എന്ന് പറയുന്ന പുസ്തകം വേദത്തിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു. സാധാരണ വേദഭാഷ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ വളരെ വളരെ കുറച്ച് ആളുകൾക്ക് കഴിയൂ. ആ വേദഭാഷ്യങ്ങളിലേക്ക് ഇദ്ദേഹം കടന്നു ചെല്ലുന്നുണ്ട്. അതിന് ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോഴേക്കും ബാധിച്ചു തുടങ്ങി. ചാന്തോക്യവും അദ്ദേഹത്തിന് എഴുതാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് മുനിഗുരുവാണത് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഈ വേദോപനിഷത്തുകളിൽ ഇതുപോലെ തന്നെ നമ്മൾ കണ്ടു. ദശോപനിഷത്തുകൾ, ഈ പറയുന്ന വേദവും ഉപനിഷത്തും കഴിഞ്ഞാൽ പ്രസ്ഥാനത്രതയിൽ മറ്റൊന്നാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത 14 വർഷത്തോളം പോർട്ട്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നോട്ടുകൾ, തൻ്റെ ഗുരുവായിട്ടുള്ള നടരാജഗുരു എഴുതിയ ഭഗവത്ഗീതയുടെ ബൃഹത് വ്യാഖ്യാനം, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഗുരു നിത്യചൈതന്യം എഴുതിയിരിക്കുന്ന ഭഗവത്ഗീത സ്വാധ്യായം എന്ന് പറയുന്ന ഒരു ബൃഹത് വോള്യമുണ്ട്. ഗീതാശാസ്ത്രത്തിൽ ഇന്ന് വിധംപ്രദമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനവധി വ്യാഖ്യാനങ്ങളിൽ നമുക്ക് പറയാം ഒരു എടുത്ത് പറയത്തക്ക സ്ഥാനം. അതിന് പ്രഥമ സ്ഥാനമുണ്ടോ ദ്വിതീയ സ്ഥാനമുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനത്ര പണ്ഡിതനല്ല. പക്ഷേ എടുത്ത് പറയേണ്ട ഒരു സ്ഥാനത്ത് ഭഗവത്ഗീത സ്വാധ്യായത്തിന് ഇന്നും സ്ഥിരപ്രതിഷ്ഠയുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട്. പിന്നീട് അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ മറ്റൊരു പ്രകരണ ഗ്രന്ഥമായിട്ടുള്ള വിവേക ചൂടാമണിക്ക് വേദാന്ത പരിചയം എന്ന പേരിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം 1000കണക്കിന് പേജുകളാണ് 2 വോള്യങ്ങളായിട്ട്. അത്രയും സമർത്ഥമായിട്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം വ്യാഖ്യാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം സൗന്ദര്യലഹരി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇവ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ഇറക്കിയ പുസ്തകമാണ് ശ്രീചക്ര ധ്യാനങ്ങൾ. തന്ത്രശാസ്ത്രത്തിൻ്റെ നിഗൂഢതയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. സ്വാമിയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് തന്ത്രശാസ്ത്രത്തിൻ്റെ നിഗൂഢതയെക്കുറിച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ പതഞ്ജലി യോഗസൂത്രത്തെക്കുറിച്ച് അന്ന് മിലിറ്ററി ക്യാമ്പിൽ വെച്ച്, പട്ടാള ക്യാമ്പിൽ ഞാൻ ഈ ക്യാപ്റ്റൻ്റെ കാര്യം പറഞ്ഞു, അവിടെ നിന്ന് ആരംഭിക്കുന്ന പഠനം ഇദ്ദേഹത്തിനെ കൊണ്ടെത്തിക്കുന്ന യോഗ പരിചയം എന്ന് പറയുന്ന പുസ്തകത്തിലേക്കാണ്. ഞങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം യോഗ പരിചയം, ഞാൻ എൻ്റെ സുഹൃത്ത് ഒരു ഗുരുപ്രസാദ് പാലക്കാടുണ്ട്, യോഗാചാര്യനാണ്. ഞങ്ങൾ ഈ പുസ്തകത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ചെയ്യട്ടെ, ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. അദ്ദേഹം കഴിഞ്ഞ 20 വർഷമായിട്ട് വിദേശികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അദ്ദേഹം പറയുക, ഈ പുസ്തകം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പ്രാണായാമം എന്ന് പറയുന്ന പുസ്തകം സ്വാമി വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ സെൻറ്റ് ബുദ്ധത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള മൗനമന്ദഹാസം എന്ന പുസ്തകം, പരിശുദ്ധ ഖുറാൻ ഹൃദയാഞ്ജലി, ബൈബിളിലെ സങ്കീർത്തനങ്ങൾ, അതുപോലെ ജലാലുദ്ദീൻ റൂമി പറഞ്ഞ കഥകൾ, ഖലീൽ ജിബ്രാൻ്റെ മനുഷ്യപുത്രനായിട്ടുള്ള യേശു, രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി. നേരത്തെ സ്വാമിജി പറഞ്ഞു ടാഗോറിനെ പോലെയാണ് സ്വാമിജിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ടാഗോറിനെ കവച്ചു വെക്കാനായിട്ട്, ടാഗോറിന് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ നോളജ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സ്വാമിജി. അതിനപ്പുറം നിന്നുകൊണ്ട് സംവേദിക്കാനായിട്ടുള്ള ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഗീതാഞ്ജലി പോലെ ഒരു നീണ്ട കാവ്യം എഴുതാൻ എതിക്കായിട്ടില്ല. ദൈക്ഷണികതയുടെ മുമ്പിൽ പരിശോധിച്ച് നോക്കണം 2 പേരെയും ഇരുത്തിയിട്ട്. ഇതെൻ്റെ ഗുരുവാണ് കേട്ടോ, എനിക്കത് പൊക്കി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. എൻ്റെ ഗുരുവാണ്, എനിക്കത് പറയാനുള്ള അവകാശമുണ്ട്, ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ 12 രാഘവപ്പണിക്കരുടെ പുത്രനായതുകൊണ്ട് നല്ലൊരു കവിയായിരുന്നു. നിത്യചൈതന്യ ഗീതങ്ങൾ എത്ര മനോഹരമായിരുന്നു. 1981 ഞാനൊരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഇടപ്പള്ളി പോണേക്കര ക്ഷേത്രത്തിൽ 10 ദിവസം ഗുരു ഒന്ന് ക്ലാസ് എടുത്തു. ഈ 10 ദിവസത്തെ ക്ലാസ്, അന്ന് ഞാൻ മഹാവികൃതിയായിട്ടുള്ളൊരു പയ്യനായിരുന്നു. നേരത്തെ സ്വാമിജി പറഞ്ഞു സന്യാസി ആവേണ്ട ആളാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സ്വാമി, അങ്ങനെ തന്നെയാണ്. ഈ 10 ദിവസം ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതിലേക്ക് നയിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, വൈകുന്നേരം നിനക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്വാമിയുടെ ക്ലാസ് കേട്ടിട്ടു. അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല കേട്ടോ, അമ്മ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ നല്ലൊരു ആത്മീയ ചിട്ട ഉണ്ടായിരുന്നു വീട്ടിൽ. ആ സ്വാമിയുടെ ക്ലാസ് കേട്ടിട്ട് വന്നാലേ രാത്രി ഭക്ഷണം തരുള്ളൂ. ഭക്ഷണത്തിനോട് വലിയ ആർത്തിയായിരുന്നുണ്ട്. ക്ലാസ് കേൾക്കാൻ പോയി.
ജീവിതം മാറ്റിമറിച്ചു. ഞങ്ങൾ കുട്ടികളെ ഇരുത്തിക്കൊണ്ടെന്ന് ഗുരു പാടിയ ഒരു കവിതയുണ്ട്. പൂവെല്ലാം പൂവാണേ, ചെത്തി താമര മല്ലിക റോസ്, പൂവിൽ സുന്ദരി റോസാണേ, താമര തന്നെ സമാരാധ്യ, നിർമ്മല പുഷ്പം മല്ലികയല്ലോ, ദിവ്യരിൽ ദിവ്യ തുളസിപ്പൂവ്. പൂവെല്ലാം പൂവാണേ, പൂക്കളിതെല്ലാം ഒരു ജാതി, മാനുഷരതുപോലൊരു ജാതി, മാനവരതുപോലൊരു ജാതി. ചിന്തിച്ചു നോക്കുക. 9ാം ക്ലാസ്സുകാരൻ പയ്യൻ്റെ ഉള്ളിലേക്ക് പതിഞ്ഞ വരികൾ. ഈ വരികൾ പഠിച്ചിട്ട് എനിക്ക് എങ്ങനെ മറ്റൊരു മതവിദ്വേഷിയായിട്ട് വളരാൻ പറ്റും? ചിന്തിക്കണം. ഇതാണ് നിത്യഗുരുവിൻ്റെ ഒരു സ്പർശം എന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്. അദ്ദേഹം ഒരു ദിവസം വെളിക്കിറങ്ങാൻ പോകുമ്പോൾ ഒരു പൊന്തക്കാട്ടിൽ വലിയൊരു ഒച്ചപ്പാടും ബഹളവും. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു നീർക്കോലി വന്നൊരു വലിയ തവളയെ പിടിച്ചിരിക്കുക. ഈ നീർക്കോലിക്ക് തവളയെ വിഴുങ്ങാനും പറ്റില്ല, നീർക്കോലിക്ക് ഈ തവളയ്ക്ക് ചാടിപ്പോകാനും പറ്റില്ല. അപ്പോൾ രാമകൃഷ്ണദേവൻ പറഞ്ഞ അദ്ദേഹം സമാധിസ്ഥനാവെന്ന് പറഞ്ഞ ആ പിടിച്ച പിടി ഒരു മൂർഖനായിരുന്നെങ്കിലോ. ഒരൊറ്റപ്പിടുത്തം കഴിഞ്ഞു. നിത്യഗുരുവിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റി പറയും, സ്വാമിജി ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റി. ഈ ഒരു സ്പർശനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്പർശനത്തിൻ്റെ ജീവിത അവസാനം വരെ, ഈ നിൽക്കുന്ന നിമിഷം വരെ ആ ചൈതന്യം ഉള്ളിലുണ്ട്. ഗുരു തന്ന വെളിച്ചം, ഗുരു തന്ന ശക്തി. ജീവിതത്തിൽ കൊടുങ്കട്ടടിക്കുന്ന സമയങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗുരുവിനെ കണ്ടു. ഞാൻ പറഞ്ഞു, ഗുരു, എനിക്ക് ഈ പരീക്ഷ എഴുതി പാസ്സാവാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കിങ്ങനെ ഗുരുവിൻ്റെ മാർഗത്തിൽ ഗുരുകുലത്തിൽ വരണം. കുറച്ച് നാളൊക്കെ കൂടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, എന്താ ഉദ്ദേശം? ഒരു ദിവസം വിളിച്ചിരുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി ഗുരു എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ടാറ്റ സൈക്കിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജർമ്മൻ പ്രൊഫസർ ഇതെന്നോട് പറഞ്ഞൊരു കാര്യം ഗുരു എഴുതിയിട്ടുണ്ടാ. ഒരു ജർമ്മൻ പ്രൊഫസറാണ്. അദ്ദേഹം വന്നു. ഇവർ രണ്ടുപേരും കാറിൽ കയറി ഇങ്ങനെ പോവാണ്. അപ്പോൾ ഈ ജർമ്മൻ പ്രൊഫസർ ഇമ്മാനുവൽ കാന്റിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞു. ആ സമയത്ത് എതിയത് തലയാട്ടി സമ്മതിച്ചു. രണ്ടുപേരും ചിന്തിക്കണം, ഫിലോസഫിയുടെ തത്വശാസ്ത്രത്തിൻ്റെ മറുകര കണ്ട രണ്ടുപേരാണ്. ആ സമയത്ത് ടാക്സി ഡ്രൈവർ അല്പം തിരിഞ്ഞിട്ട് പറഞ്ഞു, സോറി സാർ, ആ ഇക്വേഷൻ തെറ്റിപ്പോയി, അത് കാന്റിൻ്റേതല്ല. നിത്യഗുരു എഴുതി വെച്ചിട്ടുണ്ട്. സ്തംഭിച്ചു പോയി. തിരിച്ച് അദ്ദേഹം അവിടെ വെച്ചിട്ട് ടാക്സി ഡ്രൈവറുടെ നമ്പറെല്ലാം മേടിച്ചു. ഇദ്ദേഹം ഒരു ഗലിയിൽ താമസിക്കുന്ന ആളാണ്. ചെന്ന് നോക്കുമ്പോൾ വീട് നിറച്ച പുസ്തകങ്ങളാണ്. പാകിസ്ഥാൻ്റെ വിഭജന സമയത്ത് ഇന്ത്യയിലേക്ക് അമ്മയായിട്ട് ഓടി വന്ന വീട്ടിലന്ന് കാറുണ്ടായിരുന്നു. ആ കാറിന് ഡ്രൈവിംഗ് അറിയായിരുന്നു. ആ ഡ്രൈവ് ചെയ്തിട്ട് ബോംബെ തെരുവീതിയിൽ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഗുരു എന്നോട് പറഞ്ഞു, നിനക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒരു കൈത്തൊഴിലൂടി പഠിക്കണം. ഞാൻ ITI പാസ്സാക്കിയത് അങ്ങനെയാണ്. അതിനുശേഷം നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, ഒരു കൈത്തൊഴിൽ വേണം, ജീവിതത്തിൽ പതറരുത്. ഒരു കാര്യം എനിക്ക് വാക്ക് തരണം, നീ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കേണ്ട, ഒരു വാക്ക് എനിക്ക് തരണം, ജീവിത അവസാനം വരെ സ്വാധ്യായം മുടക്കരുത്. എന്ത് ഞാൻ പറയാം, ഗുരുവിന് കൊടുത്ത ആ വാക്ക് നിറവേറ്റാൻ ഇന്നലെ രാത്രി വരെ എനിക്കായിട്ടുണ്ട്. തുടർന്നെങ്ങനെയെന്ന് എനിക്കറിയില്ല, എൻ്റെ മേധാശക്തി എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നലെ രാത്രി വരെ ഞാൻ സ്വാമിജിയോട് പറഞ്ഞു, 2 മണിക്ക് ശേഷമാണ്. കാര്യം ഞാൻ സ്വാമിജി എന്നോട് പറയാൻ വിട്ടുപോയി. 2 ദിവസം മുമ്പാണ് ഈ പ്രഭാഷണത്തെ പറ്റി എന്നോട് പറയുന്നത്. ഞാനപ്പോൾ തിരുപ്പതിയിൽ നിൽക്കുക. ഞാൻ പറഞ്ഞു, തിരുപ്പതിയിലാണല്ലോ സ്വാമിജി, നാട്ടിൽ വന്ന് ശ്രമിക്കുക. പക്ഷേ സമയം ഉണ്ടായില്ല, ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇന്നലെ രാത്രി ഇരുന്നിട്ടാണ് ഈ നോട്ടുകളെ ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം ഇന്നലെ രാത്രി വരെ എനിക്ക് എൻ്റെ ഗുരുവിനോട് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നിത്യഗുരുവിൻ്റെ ഒരു സ്പർശനം എന്ന് പറഞ്ഞാൽ. എൻ്റെ 1000 ആളുകളെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മഹാത്പ്രതിഭ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ മാസം ഞാൻ ഗായത്രി ആശ്രമത്തിൽ ചെന്നപ്പോൾ സച്ചിദാനന്ദ സ്വാമിയായിട്ട് ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി സ്വാമിയെ കാണാറുണ്ട്. സ്വാമി നല്ല എൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് അദ്ദേഹം ഒരു ഗൈഡാണ് സ്വാമിജി. അദ്ദേഹം എന്നോട് വിഷമത്തോടു കൂടി പറഞ്ഞു, ഇവിടെ വെച്ചിട്ടും സ്വാമിജി തന്നെ പറഞ്ഞു, ഇത്രയും കൃതികളെല്ലാം എഴുതിയിട്ട് നാരായണ ഗുരുവിൻ്റെ ഒരു ദാർശനിക കൃതി, ഒരു ദാർശനിക ജീവചരിത്രം ഇത് എഴുതിയില്ലല്ലോ. ഒരു ആത്മസങ്കടം സ്വാമി പറഞ്ഞു. പക്ഷേ ഒരു അന്വേഷണം എന്ന നിലയിൽ ഞാൻ അന്വേഷിച്ചു. സ്വാമിജി എഴുതിയിട്ടുണ്ട്,
നമ്മുടെ എല്ലാം മഹാഭാഗ്യം എഴുതിയിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് ICPR 1977 സ്ഥാപിതമായിട്ടുള്ള ഈ സംഘടന ഫിലോസഫിക്കൽ രംഗത്ത്, തത്വശാസ്ത്ര രംഗത്ത് ഗവേഷണങ്ങൾ നടക്കുന്ന ആളുകൾക്ക് അതിന് സ്കോളർഷിപ്പ് നൽകുക, തത്വശാസ്ത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പുറപ്പെടുവിക്കുക തുടങ്ങിയിട്ടുള്ള ആണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഈ ICPRൻ്റെ ഈ ഗവേഷണ ഇതിൽപ്പെടുത്തിയിട്ട് നിത്യഗുരു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ട്. സുബ്രഹ്മണ്യം 320 പേജുകളുള്ള ഇതൊരു പോപ്പുലർ ബയോഗ്രഫി അല്ല, മറിച്ചൊരു ഫിലോസഫിക്കൽ ബയോഗ്രഫിയാണ്. ദാർശനിക ഒരു ഇതാണ്. ശിവഗിരി മഠത്തിൻ്റെയും നാരായണ ഗുരുകുലത്തിൻ്റെയും ഉത്തരവാദിത്വത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിൽ ഇരിക്കുന്ന 2 മഹാത്മാക്കൾ ഇവിടെയുണ്ട്. ഈ ഒരു പുസ്തകം മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. തികച്ചും ദാർശനികമായിട്ടുള്ളൊരു കാര്യത്തിലാണ്. ഞാൻ രാമകൃഷ്ണ മിഷനിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ അന്ന് രാമകൃഷ്ണദേവൻ്റെ ജീവചരിത്രം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ശാരദാൻ സ്വാമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ശാരദാൻ സ്വാമികളാണ്. ദീർഘകാലം ശ്രീരാമകൃഷ്ണദേവൻ്റെ കൂടെ ജീവിച്ചിട്ട് അദ്ദേഹം എഴുതി ദ ഗ്രേറ്റ് മാസ്റ്റർ ഓഫ് രാമകൃഷ്ണ എന്ന് പറയുന്ന ആ പുസ്തകം മലയാളത്തിലും ഐത്തറാൻ സ്വാമി വിവർത്തനം ചെയ്തിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണ ലീലാമൃതം. ആ ശ്രീരാമകൃഷ്ണ ലീലാമൃതത്തിനും മാത്രമല്ല, ധൻഗോപാൽ മുഖർജി എന്ന് പറയുന്ന ഒരാൾ, ഇത് നിത്യഗുരു വായിക്കുന്ന ഈ ധൻഗോപാൽ മുഖർജിയുടെ ഈ ഗ്രന്ഥം വായിക്കുന്നത് രമണാശ്രമത്തിൽ വെച്ചിട്ടാണ്. ഈ ധൻഗോപാൽ മുഖർജി ഫേസ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 2ാമത് ജെയ്ക്കോ പബ്ലിക്കേഷൻ ഇപ്പോൾ കിട്ടേണ്ട കയ്യിലുണ്ട്. അപ്പോൾ ഈ രണ്ടും ദാർശനികമായിട്ടുള്ള തലത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവചരിത്രത്തെ വിലയിരുത്തുന്ന ഒന്നാണ്. അത്തരത്തിലൊന്നാണ് ഈ പറയുന്ന ICPRൻ്റെ. എനിക്ക് തോന്നുന്നു അതിൻ്റെ കോപ്പി റൈറ്റ് നാരായണ ഗുരുകുലത്തിലാണ്. പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുസ്തകം കിട്ടാനില്ല. അടിയന്തര ശ്രദ്ധ പതിക്കേണ്ട കാര്യമാണ്. 2 പ്രസ്ഥാനങ്ങളും അടിയന്തര ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. ഗുരുകുലത്തിൽ എൻ്റെ കോപ്പിയുണ്ട്, ബ്രഹ്മവിദ്യ മന്ദിരത്തിൽ എൻ്റെ കോപ്പിയുണ്ട്. ഇല്ലെങ്കിൽ കോപ്പി എത്തിച്ചു തരാം, ഉറപ്പ്, അത് എത്തിച്ചു തരാൻ സാധിക്കും. അപ്പോൾ എന്നാൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു വേദം. അപ്പോൾ സ്വാമിജിയാണ് എന്നെ അതിലേക്ക് നയിച്ചത് കേട്ടോ. തീർച്ചയായിട്ടും സ്വാമി അങ്ങനെ പറഞ്ഞ സമയത്താണ് വളരെ അന്വേഷണാത്മകമായിട്ടുള്ളൊരു കാര്യത്തിൽ അന്വേഷിച്ചത്. ശ്രീകുമാരൻ ഞാനും കൂടിയാണ് ഇതിൻ്റെ പിന്നാലെ നടന്ന് ഈ സാധനം കണ്ടെത്തുന്നത്. അതുണ്ട്, സാധനമുണ്ട്. പക്ഷേ വലിയൊരു ദീപം കത്തിച്ച് അതിൻ്റെ മുകളിലൊരു പറ കമത്തി വെച്ചിരിക്കുന്ന അവസ്ഥയാണെന്ന്. അത് മാറ്റണം. ഹിരൺമയനല്ലേ? ശരി, ചെയ്യണം ഇരിക്കട്ടെ. അപ്പോൾ ഈ വിവിധ ദർശനശാഖകൾ, വേദം, വേദാന്തം, മതഗ്രന്ഥങ്ങൾ, മനഃശാസ്ത്രം, ശാസ്ത്ര സാങ്കേതികത, കല, കവിത, സാഹിത്യം, യാത്രാവിവരണം, സാമൂഹ്യ രാഷ്ട്രീയ വിശകലനങ്ങൾ, ഇനി വിജ്ഞാനത്തിൻ്റെ സമസ്ത മേഖലകളും കിടക്കുന്ന യതിസാഹിത്യ സർവസ്വം. DC ബുക്സിൻ്റെ അല്ല കേട്ടോ സ്വാമിജി. അടുത്ത പോലും എത്തിയിട്ടില്ല. 500 പേജുള്ള 12 വോള്യങ്ങളായിട്ട് വിഷയങ്ങൾ തിരിച്ച് പേജ് സെറ്റ് വരെ ചെയ്തു വച്ചിട്ടുണ്ട് ഞങ്ങൾ. യതിസാര സർവസ്വം, യതിയുടെ സമ്പൂർണ്ണ കൃതികൾ 500 പേജുള്ള 12 വോള്യങ്ങളിൽ അതിൻ്റെ പേജ് സെറ്റ് വിഷയക്രമമായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട്. ശിവഗിരി മഠവും നാരായണ ഗുരുകുലം കൊണ്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇതിനുള്ള സ്പോൺസേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ പുസ്തകം നമുക്ക് വെളിയിൽ ഇറക്കാം. ഇത് ഇറക്കിക്കഴിഞ്ഞാൽ ഒരു വിഷമവുമില്ല. കേരളത്തിലെ ശ്രീകുമാർ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു ടീമാണ്. അത് ഇപ്പം DC 3 വഴി കുറേ ലേഖന സമാഹാരങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇത്രയും വിഷയങ്ങളിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന നിത്യഗുരുവിൻ്റെ ഈ പറയുന്ന ഇത്രയും സാഹിത്യ സർവസ്വം ഇനി നമുക്ക് ഇറക്കണമെങ്കിൽ 12, അതായത് 6000 പേജ്. ചിന്തിച്ചു നോക്കണം, 6000 പേജ് വിജ്ഞാനത്തിൻ്റെ വിവിധ വശങ്ങൾ. അവിടെയാണ് ഞാൻ സ്വാമിജി ഞാൻ പറഞ്ഞാൽ ടാഗോറായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല നിത്യഗുരുവിനെ. ടാഗോറിനേക്കാൾ എത്രയോ അപ്പുറത്ത് നിൽക്കുന്നു. 6000 വോള്യങ്ങൾ. ഇപ്പോൾ സങ്കടം തോന്നി, സാനുമാഷിൻ്റെ 12 വോള്യങ്ങൾ ഇറങ്ങി. NV കൃഷ്ണവാര്യർ സാറിൻ്റെ കഴിഞ്ഞ ദിവസം സാഹിത്യ അക്കാദമി ചെല്ലുമ്പോൾ NV കൃഷ്ണവാര്യർ സാറിൻ്റെ 12 വോള്യമാണ് കളക്റ്റഡ് വർക്ക്.
പി കൃഷ്ണപിള്ളിയുടെ 3-4 വോള്യങ്ങൾ പി കൃഷ്ണപിള്ളിയുടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇറങ്ങിയാൽ വായിക്കാനും വാങ്ങാനും ആളുകളുണ്ട്. നമ്മളെന്തുകൊണ്ടും മടിച്ചു നിൽക്കണം? നിത്യഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം മാത്രമല്ല, മറ്റൊരു സന്തോഷ വാർത്ത, അടുത്ത ആഴ്ച ഗുരുകുല കൺവെൻഷനിൽ ട്രൂത്ത് ആൻഡ് ബിയോണ്ട് ഫിലോസഫിക്കൽ ആൻഡ് മിസ്റ്റിക്കൽ റിഫ്ലക്ഷൻ ഓഫ് യതി എന്ന് പറയുന്ന പുസ്തകവും ഇൻഡെലിബിൾ ഇംപ്രഷൻ എന്ന് പറയുന്ന മറ്റൊരു 500 പേജുണ്ട്, രണ്ടിനും കേട്ടോ, 500 പേജ്, 1000 പേജ് വരുന്ന യതിയുടെ ഇംഗ്ലീഷിലുള്ള ലേഖന സമാഹാരങ്ങൾ ഗുരുകുലത്തിൽ നിന്ന് ഇറക്കാണ്. അടുത്ത വർഷം, തൊട്ടടുത്ത വർഷം വീണ്ടും 500 പേജുള്ള 2 പുസ്തകം കൊണ്ട് അടുത്ത വർഷം 4000 പേജ് ഇംഗ്ലീഷിലും റെഡി. മാത്രമല്ല, അഭിമാനത്തോടും സന്തോഷത്തോടും ഗുരുവിൻ്റെ അനുഗ്രഹത്തോടും കൂടി പറയട്ടെ, കാലടി SNDP ലൈബ്രറി ഒരു പ്രോജക്റ്റ് ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്കൃത സർവകലാശാലയിലെ ഡോക്ടർ NV നടേശൻ സാറും PR ശ്രീകുമാറും എഡിറ്ററായിട്ട്, ഞാൻ അതിൻ്റെ കോർഡിനേറ്ററായിട്ട്, കാലടി മുരളീധരൻ ഉൾപ്പെടെയുള്ളൊരു ടീം, ഞങ്ങൾ നിത്യഗുരുവിൻ്റെ എല്ലാ പുസ്തകങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങൾ, ഇതുവരെ 50 ലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലേഖനത്തിൽ 3-4 പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ യാത്രയെക്കുറിച്ച് 3 പുസ്തകങ്ങളുണ്ട്. അത് പ്രൊഫസർ വത്സലൻ വാതുശ്ശേരി സാറാണ് എഴുത്തന്നിരിക്കുന്നത്. ഈ പറയുന്ന വിവർത്തനങ്ങൾ നെരൂദയുടെയും പബ്ലോ നെരൂദയുടെയും സിമോൺ ദി ബുവറയുടെയും എല്ലാം ചേർത്തിട്ട് അത് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതി തന്നിട്ടുണ്ട്. 50 ലേഖനങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. സാബു സാറിനെയാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. അത് അടുത്ത മെയ്യിൽ ഈ പുസ്തകം ഇറങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ചിന്തിച്ച് നോക്കണം. ഈ പറയുന്ന ജന്മശതാബ്ദി എല്ലാം വിടൂ. 1999 മറ്റേ ഇതിൽ അദ്ദേഹം സമാധിയായിട്ട് മഹാസമാധി പ്രാപിച്ചിട്ട് നമുക്കറിയാം 25 വർഷങ്ങൾ. ഈ നീണ്ട 25 വർഷങ്ങൾക്കിപ്പുറം ഗുരു നിത്യചൈതന്യ യതി എന്നത് ഇന്നും ഇവിടുത്തെ യുവാക്കളുടെ മനസ്സിൽ ദീപ്തമായി നിൽക്കുന്നു. ചിന്തിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ദീപ്തമായി നിൽക്കുന്നു. ലോകം മുഴുവനും തന്നെ ഈ പറയുന്ന ഗുരുവിൻ്റെ ഈ സമാധിയുടെ 25ാമത്തെ വർഷം ലോകം മുഴുവനും വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. പല ഭാഗത്തും സജീവമായിട്ട് ചിന്തിച്ചു നോക്കുക. സുകുമാർ അഴീക്കോട് സാറും മരിച്ചിട്ട് പ്രതിഭാശാലി ആയിരുന്നല്ലോ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇല്ല. നിത്യഗുരു സജീവമായി ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു. ഞാൻ സ്വാമിജിയോട് പറയായിരുന്നു ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ, ഒരു 100 വർഷം കഴിയുമ്പോൾ യതിയെന്ന് പറയുന്ന ഒരു ഇതിഹാസത്തെ നമ്മൾ കാണും. ലോകം അമ്പരപ്പോടുകൂടി കാണും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. എന്തായാലും ഇത്രയും ധന്യമായിട്ട് ഞാൻ വീണ്ടും സച്ചിദാനന്ദ സ്വാമിയുടെ പാദങ്ങൾ പ്രണമിക്കുകയാണ്. എനിക്കൊരവസരം ഗുരുവിനെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരം തന്നു. ഇതിനു മുമ്പ് നടന്ന സ്വാമിജിക്ക് അറിയാം 5 മിനിറ്റൊക്കെ കിട്ടാറുള്ളൂ. പലപ്പോഴും ഒരാശംസകനായിട്ട് മൂലയിൽ പോയിരിക്കാറുണ്ട്, പറഞ്ഞു പോരാറുണ്ട്. പക്ഷേ എൻ്റെ ധന്യത, ഞാനിപ്പോൾ ഗുരു എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം ശിവഗിരിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ 2 ആചാര്യ ഈ ഇരിക്കുന്ന സന്യാസി വര്യന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത് നിത്യഗുരുവിൻ്റെ അപാരമായിട്ടുള്ള കാരുണ്യമാണ്. അതാണ് ഗുരു കൈവിടില്ല. ഗുരു നമ്മളെ ഏൽപ്പിച്ചവർക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള കാര്യങ്ങൾ സ്വാമിജി കേട്ടോ, ആ ജീവചരിത്രം പുറത്തിറക്കണേ. സ്വാമിജിയാണ് അത് അന്വേഷിച്ച്. ഇത് വല്ല മൂലയിലും വല്ല ലൈബ്രറിയുടെ ഷെൽഫിലിരുന്ന് നശിച്ചു പോയാനെ. സച്ചിദാനന്ദ സ്വാമി ഇവിടെ വന്നിരുന്ന സമയത്ത് അത് തന്നെ പറയണ്ടായിരുന്നു, അങ്ങനത്തെ ജീവചരിത്രം ഇതിൽ കിട്ടി, പിന്നെ പ്രസിദ്ധീകരിക്കണം നമുക്ക്. എന്തായാലും നല്ലത് വരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.